നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിച്ചു. അതിനിടയിൽ അന്തരിച്ച ചലച്ചിത്ര നടൻ സലിം കുമാറിന്റെ സ്മാരകത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നതായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വളരെയധികം വിമർശനങ്ങളാണ് അതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ടത്. ഈ മഹാന്മാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ ചലച്ചിത്ര ലോകത്ത് തിളങ്ങി നിന്ന ആളുകൾക്ക് വേണ്ടിയും കലാകാരന്മാർക്ക് വേണ്ടിയും ഒക്കെ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നത് പതിവാണ്. പക്ഷേ ഈ സ്മാരകങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, ഇനിയും ഭാവിയിൽ പ്രയോജനമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടൊക്കെയാണ് നമ്മൾ വ്യക്തികൾക്ക് വേണ്ടി സ്മാരകങ്ങൾ നിർമ്മിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടലിനപ്പുറം, ഓർമ്മിക്കലിനപ്പുറം അതുകൊണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുകൂടി ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. കാരണം 1 കോടി രൂപ എന്നാൽ നിസ്സാര തുകയല്ല. ഒരു 7 പാവപ്പെട്ട കുടുംബങ്ങൾക്ക്, വീടില്ലാത്തവർക്ക് അത്യാവശ്യം ഒരു നല്ല വീട് വീതം വെച്ച് കൊടുക്കാനുള്ള തുകയുണ്ട് 1 കോടി രൂപ. അപ്പോൾ ഒരു 7 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതല്ലായിരുന്നു അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന വിമർശകരുടെ ചോദ്യം തികച്ചും ന്യായമാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്മാരകങ്ങൾ നിർമ്മിച്ചാൽ അതിന് ടൂറിസത്തിൻ്റെ സാധ്യത കൂടിയൊക്കെ വേണം. അതുപോലെയുള്ള വാസ്തുവിദ്യകൾ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തു നിന്ന് വന്ന് കണ്ട് അത് പഠിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിനൊക്കെയുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ കൂടിയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കും പഠിക്കുന്ന ആളുകൾക്കും ഒക്കെ കൂടി പ്രയോജനപ്പെടുന്ന കാര്യമാണെന്ന് പറയാം. അല്ലാതെ ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അയാളോടുള്ള സ്നേഹം കൊണ്ട്, അയാളോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ സ്മാരകമുണ്ടാക്കി അതിങ്ങനെ ഭാവിയിൽ കടന്ന് നശിച്ചു പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്കും വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അന്തരിച്ച ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഒക്കെ പേരിൽ അക്കാഡമിയൊക്കെ തുടങ്ങുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അവിടെ പഠിക്കാൻ ആളുകൾ എത്തും, അവർക്ക് അതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ അത് പ്രയോജനപ്പെടും. മ്യൂസിക് സ്റ്റുഡൻസിനൊക്കെ അത് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അതല്ലാതെ ഇങ്ങനെ സ്ഥാപിച്ചത് കൊണ്ട് എന്താണ് ഒരു പ്രയോജനമുള്ളത് എന്നുള്ളത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, സലിം കുമാറിൻ്റെ വീട്ടുകാർ കൂടി അത് ചിന്തിക്കണം. അവർ സ്നേഹത്തോടെ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്, അല്ലേ? നമുക്കത് ആവശ്യമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെയും മരണത്തെയും ഒക്കെ കണ്ട വ്യക്തിയാണ് സലിം കുമാർ. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊന്നും ദഹിക്കാത്തത് പോലുമായിരുന്നു. ഒരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്ന പൈസ എടുത്ത് മാറ്റിവെക്കുക, അവർക്ക് വേണ്ടി അത് ചെലവഴിക്കുക, അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി മരണാനന്തര ചടങ്ങുകൾ പോലും കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിനെ ദഹിപ്പിക്കരുത് അല്ലെങ്കിൽ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ അതിനോടൊക്കെ വിരോധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇതിനോടൊക്കെ എത്രമാത്രം യോജിക്കുമായിരുന്നു എന്നതും നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നതാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം എന്താണ് ഇഷ്ടപ്പെട്ടിരുന്നത്, എന്താണ് ഇഷ്ടപ്പെടാതിരുന്നത് എന്നതിനെ കൂടിയൊക്കെ ചിന്തിച്ചിട്ട് വേണം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ. ഇത് മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ടുകൂടി ചെയ്യുന്നതാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. കാരണം നമുക്കറിയാം ആ ഒരു വിമർശനത്തിലും കഴമ്പുണ്ട്. അത് ന്യായമാണ് ആ ഒരു വിമർശനം. ഇവർ വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നറിയാം. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടാണോ ഈ 1 കോടി രൂപ വകയിരുത്തിയത് എന്നതും വിമർശനങ്ങൾക്ക് ആധാരമായിട്ടുണ്ട്. ഒരുപാട് ചലച്ചിത്ര നടന്മാർ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും പകരം വയ്ക്കാൻ ഇതുവരെയും ആളുകളെ കിട്ടിയിട്ടില്ല. കലാകാരന്മാരും കലാകാരികളും പിരിഞ്ഞു പോയവരെ ഓർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്കൊക്കെ എങ്കിൽ സ്മാരകങ്ങൾ പണിയേണ്ടി വരും. അല്ലെങ്കിൽ അതൊരു വേറെ വ്യത്യാസം കാണിക്കലുമായി പോകും. ഇവരൊക്കെ നമ്മളെ ചിരിപ്പിച്ചവരാണ്, ചിന്തിപ്പിച്ചവരാണ്. ഇവരോടൊക്കെ നമുക്ക് അങ്ങേറ്റത്തെ സ്നേഹമുണ്ട്, ആദരവുണ്ട്. പക്ഷേ അത് കാണിക്കാൻ സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കുന്നത് നമ്മുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്കും അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥലപരിമിതിക്കുമൊക്കെ എത്രത്തോളം ഭീഷണിയാകുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിസ്സാരം 1 കോടി രൂപയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു നിസ്സാര തുകയല്ല. പാവപ്പെട്ട അന്നന്ന് അധ്വാനിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര തുകയാണോ? അല്ല. വെറും 5 ലക്ഷം രൂപയാണ് ഭവന പദ്ധതിക്കായിട്ട് ഇടതുപക്ഷ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ പാതി പൂർത്തിയായ വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. നമ്മളാരും ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല എന്ന് കരുതി, നമുക്ക് 1 കോടി രൂപ വലുതല്ല എന്ന് കരുതി അങ്ങനെ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ കൂടെ പരിഗണിച്ച് വേണമായിരുന്നു ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാൻ.
നമുക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്മാരകങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് സ്മാരകങ്ങളുണ്ട്. വ്യക്തികൾക്ക് വേണ്ടിയും സംഭവങ്ങൾക്ക് വേണ്ടിയും ഒക്കെ സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ടൂറിസത്തിനുള്ള ഒരു സാധ്യത കൂടി അവിടെ നോക്കണം. ഭാവിയിൽ അത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ആദ്യം പറഞ്ഞതുപോലെ വാസ്തുവിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ അതിന് നമുക്ക് മുൻകൈ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സ്മാരകമാണെങ്കിൽ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഇങ്ങേയറ്റം എന്താണ്, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകം പോലും അവിടെ പോലും അത്രയും വലിയ രീതിയിൽ അത് നിർമ്മിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്മാരകമാണ്. അവിടെ പോലും വിസിറ്റേഴ്സ് കുറവാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ തന്നെ കുറവാണ്. അതിൻ്റെയൊക്കെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സർക്കാർ വർഷാവർഷം ഇത്ര തുക ചെലവഴിക്കുന്നുണ്ട്. ആ ചെലവഴിച്ചിട്ടിട്ടും അവിടെ ആളുകൾ വരാനില്ല. ടിക്കറ്റ് പോലും ഇല്ല. ഫ്രീ ആയിട്ടാണ് ഈ സ്മാരകങ്ങൾ കിടക്കുന്നതെങ്കിൽ പോലും അവിടെ കാണാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ആളുകൾ കാണിക്കുന്നില്ല. ആർക്കും ഓർമ്മിക്കാൻ വേണ്ടിയല്ല, ആർക്കും കാണാനും അറിയാനും വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഈ സ്മാരകങ്ങൾ എന്തിനാണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതേസമയം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യുക, ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു പഠനത്തിന് വേണ്ട ചിലവുകൾ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒരു 5-6 പേർക്ക് ഈ പറഞ്ഞതുപോലെ വീട് വെച്ച് കൊടുക്കുക, ആർക്കെങ്കിലും കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു വ്യവസായം തുടങ്ങാനുള്ള ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ചികിത്സാ സഹായം കൊടുക്കുക. ഇതൊക്കെ ആകുമ്പോൾ എന്നും അത് ഓർമ്മിക്കപ്പെടും. എഴുതി വെച്ചല്ല ഓർമ്മിക്കപ്പെടേണ്ടത്, മനസ്സുകളിലാണ്, ഓരോ ജീവനുകളിലാണ് അത് ഓർമ്മിക്കപ്പെടേണ്ടത്, ജീവിതത്തിലാണ് അത് ഓർമ്മിക്കപ്പെടേണ്ടത്. അവയവങ്ങളൊക്കെ ദാനം ചെയ്യുമ്പോൾ ആ അവയവത്തിലൂടെ ജീവിക്കുന്നവർ, മരിച്ചുപോയ ആളുകൾ അവരിലൂടെ ജീവിക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അതിനപ്പുറം ഒരു വലിയ കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മരണാനന്തരം നമ്മുടെ പേരിൽ, ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയും ആഘോഷിക്കാൻ വേണ്ടിയും നമ്മളെ ഓർമ്മിക്കപ്പെടാനും വേണ്ടി മാത്രമാകരുത്, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നത് കൂടിയാവണം. പൊതുജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നു, പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയരുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകൾ വന്ന് പറയും, നിന്റെ അഭിപ്രായമായിട്ടൊക്കെ പറഞ്ഞാൽ മതി, പൊതുജനങ്ങൾ ആരും പറയുന്നില്ല, നീ നുണ പറയുന്നതാണെന്ന് പറയും. അതുകൊണ്ട് ചില കമൻസുകൾ ഞാനൊന്ന് വായിക്കാം. അതായത് സലിംകുമാറിൻ്റെ സ്മാരകത്തിന് വേണ്ടി 1 കോടി രൂപ വകയിരുത്തുന്നു എന്ന് VD സതീശൻ പ്രഖ്യാപിച്ച ആ ഒരു കണ്ടന്റിന് താഴെ, ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളാണ്. സലിംകുമാറിൻ്റെ പ്രതിമയ്ക്ക് 1 കോടി രൂപ ഇത് അവരുടെ വീട്ടുകാർ സന്തോഷത്തോടെ നിരസിച്ച് ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ ചികിത്സാ ചെലവിന് കൊടുക്കാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. അങ്ങേരുണ്ടായിരുന്നേൽ നല്ല തല്ല് കിട്ടും. നിങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ല സ്മാരകം പണിയേണ്ടത്. ഇത് ജനങ്ങളുടെ വിയർപ്പിൽ നിന്നുള്ള പണമാണെന്ന് സർക്കാർ എപ്പോഴും ഓർക്കണം. സർക്കാരിൻ്റെ പ്രചരണങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല പൊതുഖജനാവിലെ പണം ഉപയോഗിക്കേണ്ടത്. മരിച്ചുപോയ ആൾക്ക് പ്രതിമ ഉണ്ടാക്കുന്നതിന് പകരം പാവങ്ങൾക്ക് മരുന്ന് ഹോസ്പിറ്റലിൽ ചെലവ് കൊടുത്തുകൂടെ? അതായത് പാവങ്ങൾക്ക് മരുന്നോ ഹോസ്പിറ്റലിലെ ചെലവിനുമൊക്കെ കൊടുത്തുകൂടെ എന്നാണ് ആ കമൻ്റ് ഇട്ട ആൾ ഉദ്ദേശിച്ചത്. അത്യാവശ്യമുള്ള കാര്യമായിരുന്നു സ്മാരകം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ മാറുമല്ലോ. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് വന്നതെങ്കിലും വലിയ അത്യാവശ്യങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമായിരുന്നോ എന്നൊരു ചിന്തയ്ക്കാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. മെഡിക്കൽ കോളേജിൽ 1 ബെഡിൽ 2 രോഗികൾ, കുറച്ചു പേർ നിലത്ത് കിടക്കുന്നു, അതിനെന്തെങ്കിലും ചെയ്തുകൂടെ? ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എടുത്ത് അല്ലെങ്കിൽ നീക്കി വെച്ച പണം കൊണ്ട് മറ്റൊരു കാര്യം ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണെന്ന് പറയാം. കാരണം വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എടുത്തു ചാടി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വേണമോ എന്നത് സർക്കാരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൊതു ഖജനാവിലെ പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ എടുത്ത് ഉപയോഗിക്കുന്നത്. ആ 1 കോടി രൂപ കൊണ്ട് എല്ലാം തികയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ചിലർക്ക് ചിലയിടങ്ങളിൽ അത് തികയും. ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് ബെഡുകൾ വാങ്ങിച്ചിടാൻ അത് ഉപകരിക്കുമല്ലോ. ആശുപത്രിയിലെ ബെഡ് ഒടിഞ്ഞു വീണ് അതിൽ നിന്ന് രോഗി വീണ് മരിച്ച സംഭവം വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ആ 1 കോടി രൂപ ഉപയോഗിക്കാമല്ലോ. മരിച്ചവർ മരിച്ചു പോയില്ലേ, അവർക്ക് വേണ്ടി ഇനിയൊന്നും ചെയ്യേണ്ട എന്നൊന്നും ക്രൂരമായിട്ട് സംസാരിക്കുകയല്ല. മരിച്ചു പോയവരെ എന്നും അവർക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആ ഒരു ഭൗതിക സാന്നിധ്യം മാത്രമാണ് ഇവിടെ നിന്ന് ഇല്ലാതാകുന്നത്. നമ്മുടെയൊക്കെ എത്രയോ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ പോയെന്ന് കരുതി നമ്മൾ ഒരിക്കലും അവരെക്കുറിച്ച് ഓർക്കാതിരിക്കുകയാണോ? ഇല്ല. എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ സ്മാരകങ്ങൾ ഉണ്ടാക്കി വെച്ച് ദിവസവും അതിൽ പൂവിട്ട് തൊഴുന്നുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയത്തും പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ വേദനയോടുകൂടി അല്ലെങ്കിൽ നിറകണ്ണുകളോടുകൂടി അവരെയൊക്കെ ഓർക്കാറുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെ, ഹൃദയമാണ്
ദേവാലയം എന്നല്ലേ കവി പാടിയത്. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ അവർക്കൊരു ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്ത് നമ്മൾ ആരാധിക്കുകയാണ് ഓരോ ദിവസവും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ. അതുപോലെ തന്നെ സലിംകുമാർ ചിരിപ്പിച്ച, അദ്ദേഹം മനസ്സ് കീഴടക്കിയ ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തുണ്ട്. അവരെല്ലാം അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഈ ഒരു സ്മാരകം വേണോ എന്ന ചോദ്യം സർക്കാർ വീണ്ടും ചിന്തിക്കണം.